മലപ്പുറത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള പ്രാദേശിക തർക്കങ്ങൾ നേതൃത്വ തലത്തിലേക്കും വ്യാപിച്ചു. ഇതുവരെ സമവായ ശ്രമങ്ങളുമായി നടന്ന ഇരു നേതൃത്വവും പോർമുഖം തുറന്നതോടെ ജില്ലയിലെ UDF മുമ്പെങ്ങുമില്ലാത്ത പ്രതിസന്ധിയിലായി. മലപ്പുറത്തെ UDF തകർത്തത് കോൺഗ്രസുകാരാണെന്ന നിലപാടാണ് ലീഗിനുള്ളത്. ലീഗ് ഒരു കടുംപിടുത്തം പിടിച്ചു, ലീഗ് വിട്ടുവീഴ്ച ചെയ്തില്ല എന്നുള്ളൊരു ആരോപണം ഒരു കാരണവശാലും വരാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾ അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ദിവസം വരെ ഈ സമയം വരെ നീണ്ട ദിനരാത്രങ്ങൾ ഇതിനു വേണ്ടി ഞങ്ങൾ ചിലവഴിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ റിസൾട്ടിലേക്ക് വന്നില്ല. അതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നില്ല. ജില്ലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് നടപടിയെടുക്കാൻ KPCC നിരീക്ഷകനെ അയക്കണമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരീക്ഷകന് വേണ്ടെന്നും മുതിർന്ന നേതാവ് ആര്യാടൻ മുഹമ്മദ് തർക്കം തീർത്തുകൊള്ളുമെന്നും കോൺഗ്രസും പറയുന്നു. സമവായ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ AP അനിൽകുമാറിന്റെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും DCC പ്രസിഡന്റിന്റെ പഞ്ചായത്തിലും UDF ഇല്ല. ഇത് ലീഗിനോടുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനോഭാവമായാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. നേരിട്ട് മത്സരമില്ലാത്ത സ്ഥലങ്ങളിൽ കോൺഗ്രസ് കാലുവാരാമെന്നും ലീഗ് നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട്. ഇരു പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പരിശോധിക്കും. നേതാക്കൾ പോർമുഖം തുറന്നതോടെ ജില്ലയിലെ UDF മുമ്പെങ്ങുമില്ലാത്ത പ്രതിസന്ധിയിലാണുള്ളത്. KT സ്വാലിഹ്, മലപ്പുറം.